മോർണിംഗ്. ബിസിനസ് സ്റ്റഡീസ് +1 കോമേഴ്സുകാരുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പാർട്ട്ണർഷിപ്പാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനം നമ്മൾ പറഞ്ഞു. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ വകുപ്പ് 4 പറയുന്നു, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share the profit of a business carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പിലെ മെമ്പേഴ്സിന് മീൻസ് ഓണേഴ്സിനെ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഫേം, ഇൻഡിവിജ്വലി കോൾഡ് ആസ് പാർട്ട്നേഴ്സ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചു വന്നൊരു പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് അപ്പം നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാണ്. എന്താണ് ഏകാംഗ വ്യാപാരം, എന്താണ് അതിൻ്റെ സവിശേഷത, എന്താണ് അതിൻ്റെ നേട്ടം, കോട്ടം, എന്താണ് HUF, എന്താണ് അതിൻ്റെ സവിശേഷത, നേട്ടം, കോട്ടം. അതുപോലെ തന്നെ പങ്കാളിത്ത വ്യാപാരം എന്താണ്, പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ നിർവചനം, പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ സവിശേഷതയിലേക്ക് പോവുകയാണ്. വ്യക്തമായി നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം അതിൻ്റെ പോയിൻറ്റ്സ്. നമ്പർ 1, എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് എന്ന് വച്ചാൽ കരാർ എന്നാണ് അർത്ഥം. 2, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക എന്നാണ്. ലാഭം പങ്കുവയ്ക്കുക. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് ആണ് മൂന്നാമത്തെ കാര്യം. 4, ഇംപ്ലൈഡ് ഏജൻസി. ഇംപ്ലൈഡ് ഏജൻസി. അടുത്തത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, പങ്കാളികളുടെ എണ്ണം. അൺലിമിറ്റഡ് ലയബിലിറ്റി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി അറിയാതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്ലിപ്ത ബാധ്യത എന്ന് വെച്ചാൽ വ്യക്തിപരമായ സ്വത്തുക്കൾ കൂടി കടം വീട്ടാൻ ബാധ്യസ്ഥമായിരിക്കും. അടുത്തത് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം, ട്രസ്റ്റ് എന്ന് വെച്ചാൽ പരസ്പര വിശ്വാസം, പരസ്പരമുള്ള കോൺഫിഡൻസ്, വിശ്വാസ്യത. ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, ആ പരസ്പരമുള്ള വിശ്വാസം. ദെൻ നോ ലീഗൽ സ്റ്റാറ്റസ്. നോ ലീഗൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ പ്രത്യേകമായ നിയമപരമായിട്ടുള്ള പദവിയില്ല. ദെൻ രജിസ്ട്രേഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച്. ദെൻ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പങ്കാളി അയാളുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നത് മറ്റ് പങ്കാളികളുടെ സമ്മതത്തോടെ പറ്റൂ, അല്ലാതെ അയാൾക്ക് കൈമാറാൻ പറ്റത്തില്ല. ദെൻ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ അതിൻ്റെ കാലാവധി. ഇത്രയുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെയുള്ള സ്കോറായിട്ടായിരിക്കും വരിക. സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ കരാർ. നമ്മളിങ്ങനെയാ പങ്കാളിത്ത വ്യാപാരം കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനെ പറയുന്ന പേര് പങ്കാളിത്ത കരാർ എന്ന് പറയും. എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. പഠിച്ചു വെച്ചോളൂ. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. പങ്കാളികൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ പരിണിത ഫലമാണ് ഒരു പങ്കാളിത്ത വ്യാപാരം. എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നു എന്നിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ബിസിനസ്സിന് വേണ്ട മൂലധനം, ക്യാപിറ്റൽ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ലാഭം വന്നാൽ നിങ്ങൾക്കെത്ര, എനിക്കെത്ര, ഓരോരുത്തർക്കും അതനുസരിച്ച് നഷ്ടം വരുമ്പോഴും ആ അനുപാതം എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കാം, ഓരോരുത്തരുടെയും ആ രീതികൾ, ഓരോരുത്തരുടെയും അവകാശങ്ങൾ, ബാധ്യതകൾ, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി ഉടമ്പടി ഉണ്ടാകും. ഈ ഉടമ്പടിയാണ് പങ്കാളിത്ത വ്യാപാരം. അപ്പോൾ നോക്കൂ, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിച്ചോളേ. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് മേ ബി ഓറൽ ഓർ റിട്ടൺ. വാക്കാൽ പറയുന്ന ഉടമ്പടിയാകാം, അല്ലെങ്കിൽ വാക്കാൽ പറയുന്ന കരാറാകാം, ലിഖിതമായതാകാം, റിട്ടൺ ആകാം, ഓറൽ ആകാം. ഓറൽ ഓർ റിട്ടൺ. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് കാര്യം. റിട്ടൺ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് പാർട്ട്ണർഷിപ്പ് ഡീഡ്.
പങ്കാളിത്ത ഉടമ്പടി എന്ന് പറയും. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ഒരു എഗ്രിമെൻറ്റിൻ്റെ ഫലമായാണ് ഫോം ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ എഗ്രിമെൻറ്റ് ഓറൽ ആകാം, റിട്ടൺ ആകാം. ഓറൽ മീൻസ് വാക്കാൽ. ചിലപ്പോൾ നമ്മൾ പറയും പരസ്പര വിശ്വാസ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാക്കാൽ പറഞ്ഞങ്ങ് നടത്തിക്കൊണ്ടുപോകും. അതല്ലെങ്കിൽ അത് എഴുതി തയ്യാറാക്കി വെക്കും. അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് ഡീഡ്, ഉടമ്പടി, പാർട്ട്ണർഷിപ്പ് ഡീഡ്. കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയൂ? എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ an agreement, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ or written. The written is called as, the written agreement is called as partnership deed. Written agreement is called as partnership deed. രണ്ടാമത്തെ അങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ദ പ്രോഫിറ്റ് ഷാൽ ബി ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ആൻഡ് എഗ്രീഡ് റേഷ്യോ. റേഷ്യോ എന്ന് വെച്ചാൽ അനുപാതം. എഗ്രീഡ് റേഷ്യോ എന്ന് വെച്ചാൽ അവർ സമ്മതിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുപാതം ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ പാർട്ട്ണർഷിപ്പ് പ്രവർത്തിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയാണ് എങ്കിൽ ഓരോ പാർട്ട്നേഴ്സിനും ഇത്ര ശതമാനം അർഹതയുണ്ടാകും എന്ന് എഴുതിയിട്ടുണ്ടാകും. ആ റേഷ്യോയെ അനുപാതപ്പെടുത്തി അനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും? ലാഭം പങ്കിടും. അപ്പോൾ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് രണ്ടാമത്തത് നമ്മൾ എങ്ങനെയാണ് പറയുക? ദ പ്രോഫിറ്റ് ഷാൽ ബി ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് നിലനിൽപ്പ്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ എ ലാഫുൾ ബിസിനസ്. ലാഫുൾ എന്ന് വെച്ചാൽ നിയമപരമായത് എന്നാണ്. നിയമപരമായി നടത്താൻ പറ്റുന്ന വ്യാപാരങ്ങളാണ് പങ്കാളിത്തമായി രജിസ്റ്റർ ചെയ്ത് നടപ്പിലാക്കുന്നതും നടത്തിക്കൊണ്ടു പോകുന്നതും. നിയമപരമല്ലാത്ത ബിസിനസ് ഏത് എന്ന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. നിയമപരമല്ലാത്ത ബിസിനസ്സുകൾ പങ്കാളിത്ത വ്യാപാരമായിട്ട് നടത്താൻ പറ്റത്തില്ല. പങ്കാളിത്ത വ്യാപാരം എന്നുള്ളതല്ല, നിയമപരമല്ലാത്ത വ്യാപാരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒൺലി ഫോർ ക്യാരിയിങ് എ ലാഫുൾ ബിസിനസ്. അതാണ് ഇതിൻ്റെ എക്സിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെയാ എക്സിസ്റ്റൻസ്? എന്താ? ഇറ്റ് ഈസ് ഫോംഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ എ ലാഫുൾ ബിസിനസ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് നാലാമത്തെ പോയിന്റ് 1 2 3 4 ഇംപ്ലൈഡ് ഏജൻസി. ഇംപ്ലൈഡ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share profit of the business carried on by all or any of them acting for all എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ the partnership business may be carried on by all or any of them acting for all. പങ്കാളിത്ത ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടിയോ എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാളോ ആണ് നടക്കൊണ്ട് പോവുക. ശരിയല്ലേ? അപ്പോൾ ഈച്ച് പാർട്ട്നേഴ്സ്, അപ്പോൾ അതിൽ വരുന്ന ഓരോ പങ്കാളികളും ഈച്ച് പാർട്ട്നേഴ്സ് ഈസ് പ്രിൻസിപ്പൽ ആൻഡ് ക്യാൻ ആക്ട് ഇൻ ഹിസ് ഓൺ റൈറ്റ്. പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഉടമ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യനെയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുക. ഓരോരുത്തരും മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നവരുമാണ് എന്ന് വെച്ചാൽ ക്യാരിഡ് ഓൺ ബൈ ഓൾ എന്നല്ലേ, എല്ലാവരും ചേർന്നെന്നല്ലേ. അപ്പോൾ ഓരോരുത്തരും പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൽ മീൻസ് അവർക്ക് എന്ത് ചെയ്യാം? തീരുമാനങ്ങൾ എടുക്കാം, നടപ്പിലാക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർ അവരുടെ ഏജന്റായി കൂടി പ്രവർത്തിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ക്യാരിഡ് ഓൺ ബൈ ഓൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ചേർന്ന്, അപ്പോൾ ഓരോരുത്തരും പ്രിൻസിപ്പലാണ്. ഒപ്പം തന്നെ ഈ ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്നാണ്. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 5 പേർ ചേർന്നൊരു പങ്കാളിത്ത വ്യാപാരം നടത്തുന്നു. ഞാൻ പറയുകയാണ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏജന്റ്. അപ്പോൾ എന്താ? ഏജന്റ്. അതാണ് നമ്മൾ പറയുന്നത് ഇംപ്ലൈഡ് ഏജൻസി. ഇംപ്ലൈഡ് മീൻസ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതാണ് ഇംപ്ലൈഡ് ഏജൻസി. അറിയാമല്ലോ. അപ്പോൾ പങ്കാളിത്ത വ്യാപാരം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നോ
എല്ലാവർക്കും വേണ്ടി ഒരാളോ ആണ് നടത്തിക്കൊണ്ട് പോവുക. എല്ലാവരും കൂടി എന്ന് പറയുമ്പം ഓരോരുത്തരും അതിൻ്റെ പ്രിൻസിപ്പലാണ്. അപ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാൻ. എല്ലാവരും കൂടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരാൾ എന്നാണ്. ആ ഒരാളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ ഏജന്റ് ആയിട്ടാണ്. മനസ്സിലായോ? അടുത്ത പോയിന്റിലേക്ക് പോകൂ. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ദ മിനിമം നമ്പർ ഓഫ് പാർട്ട്ണർ or the minimum number of persons to forming a partnership is, നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, 2. 2 പേരുണ്ടെങ്കിലല്ലേ പങ്കാളി എന്ന് പറയാൻ പറ്റൂ. ഒരാളാണെങ്കിൽ സോൾ എന്നേ പറയൂ, ഏകാംഗം, ഏക അംഗം, അത് ഏകാംഗ വ്യാപാരമാണ്. 2 അതിലധികമോ വ്യക്തികളാണ്, 2 or more persons എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ മിനിമം നമ്പർ, മിനിമം എണ്ണം, minimum number of members to form a partnership business is 2. The maximum number is, പഠിച്ചു വെച്ചോളൂ, 10 in the case of banking business. പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ പങ്കാളിത്ത വ്യാപാരത്തിൽ ബാങ്കിങ് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിൽ പരമാവധി എത്ര വരാം? 10 പേർ. 20 in the case of others. അതർ ബിസിനസിന്റെ കാര്യത്തിൽ 20. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ നോക്കൂ, the minimum number of persons to form a partnership business is 2. The maximum number is 10 for banking business and 20 for other business. 24 അല്ല, 20. 20. 4 means വേണ്ടി, മറ്റുള്ളതിന് വേണ്ടി. 20 for other business. മറ്റ് ബിസിനസിന്റെ കാര്യത്തിൽ 20, ബാങ്കിങ് ബിസിനസ്സിൽ 10. പാർട്ണർഷിപ്പിൽ മിനിമം 2. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പിടികിട്ടിയോ? ശരി, അടുത്ത നമുക്ക് പറയാം. അടുത്തതിലേക്ക് നോക്കൂ, അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പറയാതെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഏകാംഗ വ്യാപാരിയുടെ ബാധ്യത അക്ലിപ്തമാണ്. എന്ന് വെച്ചാൽ വ്യക്തിപരമായ സ്വത്തുക്കൾ കൂടി വിറ്റ് കടം വീട്ടേണ്ടതായിട്ട് വരും ബിസിനസ്സിൽ കടം വന്നാൽ. അപ്പം നമ്മൾ എങ്ങനെയാ പറയുക? അൺലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. പഠിച്ചു വെച്ചോളുക. The liability of a partner in a partnership business is unlimited. പങ്കാളിത്ത വ്യാപാരത്തിൽ പങ്കാളിയുടെ ബാധ്യത എന്താണ്? അൺലിമിറ്റഡ് ആണ്. The liability of a partner is unlimited. പഠിച്ചു വെച്ചോളണം. അടുത്ത നമ്മൾ നോക്കാം, the mutual trust and confidence. Mutual trust, പരസ്പര വിശ്വാസം, and confidence. Confidence mutual വിശ്വാസം. Confidence എന്ന the essence of partnership is സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ. പഠിച്ചു വെച്ചോളണം. എസൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അന്തസത്ത, സത്ത്. ദ എസൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ, സഹവർത്തിത്വം, സഹകരണം. സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഊർജ്ജസ്വലത, എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം സഹവർത്തിത്വത്തിൻ്റെയും സഹപ്രവർത്തനത്തിൻ്റെയും സ്പിരിറ്റിലാണ് ഈ പങ്കാളിത്ത വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റുള്ളവനെ വിശ്വസിക്കുന്നു, അവൻ എന്നെ വിശ്വസിക്കുന്നു, എൻ്റെ കഴിവുകൾ അവൻ വിശ്വസിക്കുന്നു, അതനുസരിച്ച് പൈസ മുടക്കുന്നു. നമ്മൾ ആ സഹകരണ മനോഭാവം ഇങ്ങനെ വളർത്തിക്കൊണ്ടേ പോകുന്നു. സംരംഭം കൂടുതൽ നാൾക്ക് നാൾ വളർച്ച, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോകും. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്താ? മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അടുത്ത് നോക്കൂ, നോ ലീഗൽ സ്റ്റാറ്റസ്. No legal status എന്ന് വെച്ചാൽ it is any separate or distinct legal entity apart from its members. ഒരു പങ്കാളിത്ത വ്യാപാരത്തിൽ അതിലെ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിയമപരമായോ ഒരു നിലനിൽപ്പും പങ്കാളിത്ത വ്യാപാരത്തിനില്ല. പങ്കാളിത്ത വ്യാപാരം എന്ന് പറയുമ്പോൾ പങ്കാളികളാണ്. ആ പങ്കാളികൾ ചേർന്നുകൊണ്ടാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. പങ്കാളിത്ത വ്യാപാരത്തിൽ പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയാൽ അവർ പങ്കാളിത്ത വ്യാപാരം പൊളിച്ചുവിടും, അല്ലെങ്കിൽ പിരിച്ചുവിടും. അങ്ങനെ വരുമ്പോൾ അത് പൊളിഞ്ഞങ്ങ് പോയി. അവിടെ പിന്നീട് നിയമപരമായ ഒരു പങ്കാളിത്ത വ്യാപാരം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഒരു ലീഗൽ എക്സിസ്റ്റൻസോ ലീഗൽ സ്റ്റേറ്റസോ അതിനകത്തില്ല. എന്ന് വെച്ചാൽ നോ ലീഗൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എനി സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് മീൻസ് അതിലെ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. അംഗങ്ങളാണ് പങ്കാളിത്ത വ്യാപാരം. അടുത്ത നോക്കുവട്ടെ, രജിസ്ട്രേഷൻ. ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി എന്ന് വെച്ചാൽ ഓപ്ഷണൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം,
വേണ്ടെങ്കിൽ വേണ്ട, ഓപ്ഷണൽ ആണ് എന്ന് വെച്ചാൽ നോട്ട് കമ്പൽസറി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് നോക്കിക്കൊള്ളണം, നോട്ട് കമ്പൽസറി എന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പം ഓപ്ഷണൽ എന്ന് തന്നിരിക്കും, അപ്പം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഓപ്ഷണൽ എന്നാണ്. അല്ലെങ്കിൽ നോട്ട് കമ്പൽസറി ഉണ്ടെങ്കിൽ നോട്ട് കമ്പൽസറി എന്ന് എഴുതണം, രണ്ടും കൂടി കാണൂല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പറയുന്ന ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ നോട്ട് കമ്പൽസറി ആണെന്നല്ലേ പറഞ്ഞത്? ഇഷ്ടമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നല്ലേ പറഞ്ഞത്? പക്ഷേ രജിസ്റ്റർ ചെയ്യാത്ത പങ്കാളിത്ത വ്യാപാരമാണെങ്കിൽ നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും ബാധ്യതകളുടെ പേരിൽ പറഞ്ഞ് എന്തെങ്കിലും തമ്മിൽ തർക്കങ്ങളോ മറ്റോ ഉണ്ടായാൽ അവിടെ തമ്മിൽ കോടതിയിലോ മറ്റോ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ വാക്കാൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊന്നുമല്ല. അവിടെ അപ്പോൾ തെളിവുകളൊന്നും നിരത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ട്, വ്യക്തമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന രേഖ ലിഖിതമാണ്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിയമപരമായ പരിരക്ഷ കിട്ടും. അപ്പോൾ നിയമപരമായ പരിരക്ഷ അല്ലെങ്കിൽ നിയമപരമായ പരിരക്ഷയും ഉറപ്പുമൊക്കെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ രജിസ്ട്രേഷൻ നിർബന്ധമാണോ? നിർബന്ധമല്ല. അടുത്ത പോയിന്റ് എന്താ? അടുത്ത പോയിന്റ് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസ് എന്ന് വെച്ചാൽ ഓഹരികൾ. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഓഹരികളുടെ കൈമാറ്റം പറ്റത്തില്ല. നോ പാർട്ട്ണർ ക്യാൻ ട്രാൻസ്ഫർ to the അല്ലെങ്കിൽ transfer his share or no partner can transfer his share in the partnership to any other person without the consent of other partners or without the consent of other partners എന്ന് വെച്ചാൽ മറ്റ് പങ്കാളികളുടെ സമ്മതമില്ലാതെ, മറ്റ് പങ്കാളികളുടെ സമ്മതം ഇല്ലാതെ ഒരു പങ്കാളിക്ക് പങ്കാളിത്ത സ്ഥാപനത്തിലെ അയാളുടെ ഓഹരി കൈമാറ്റം ചെയ്യാൻ പറ്റൂല. അതിനെയാണ് നോൺ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുക. കൈമാറ്റം ചെയ്യാൻ പറ്റൂലേ എന്ന് തീർത്ത് പറയുന്നില്ല, മറ്റ് പങ്കാളികളുടെ സമ്മതമില്ലാതെ, കൺസെൻറ്റ്, സമ്മതമില്ലാതെ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇപ്പം ഞാനും നമ്മൾ 5 പേർ ചേർന്ന്, ആരെങ്കിലും 5 പേർ സങ്കല്പിക്കൂ, നിങ്ങൾ 5 പേർ ചേർന്ന് ബിസിനസ് ചെയ്യുന്നു, അത് പങ്കാളിത്ത അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ആകും. 5 പേര് 2 or more അവരപ്പോൾ പാർട്ട്ണർഷിപ്പായി. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവരോട് പറയാതെ നിങ്ങളുടെ ഓഹരി വേറൊരാൾക്ക് വിറ്റ് അവരെ നിന്ന് പൈസ മേടിച്ച് അയാൾ വന്നാൽ ബാക്കിയുള്ളവർ അയാളെ അംഗീകരിക്കണമെന്നില്ലെന്നല്ല, അങ്ങനെ പറ്റത്തില്ല. അതാണ് നിയമം. പക്ഷേ മറ്റുള്ള ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് പുതിയൊരാളിനെ അവർക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് ഓഹരി വാങ്ങി തുടർന്ന് പോകാം. മനസ്സിലായോ? ഫൈനലി ഡ്യൂറേഷൻ, അതിൻ്റെ കാലാവധി. പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് duration of the partnership is depends on the will of the partners. will എന്ന് വെച്ചാൽ താല്പര്യം. പങ്കാളികൾക്ക് പരസ്പര വിശ്വാസ്യത എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം മുന്നോട്ടേ പോകാം. ഡിപ്പെൻസ് ഓൺ ദ വിൽ ഓഫ് ദ പാർട്ട്നേഴ്സ് ഓർ ദ കംപ്ലീഷൻ ഓഫ് എ പർട്ടിക്കുലർ ടൈം ഓർ പർട്ടിക്കുലർ വെഞ്ചർ ഓർ ദ കംപ്ലീഷൻ ഓഫ് എ പർട്ടിക്കുലർ ടൈം ഓർ വെഞ്ചർ. നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലത്തേക്കാണ് ഒരു പങ്കാളിത്ത കാര്യം രൂപീകരിച്ചു, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പണിയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കൺസ്ട്രക്ഷനോ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 വർഷക്കാലത്തേക്ക് ഒരു പങ്കാളിത്തം നിങ്ങൾ രൂപപ്പെടുത്തിയാൽ ആ പർട്ടിക്കുലർ വെഞ്ചർ തീരുമ്പോൾ പങ്കാളിത്തവും തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രയും കാലം പങ്കാളിത്ത വ്യാപാരം തുടർന്നേ പോകാം. ദാറ്റ് ഈസ് ഡ്യൂറേഷൻ. ഫിനിഷ്. ഈ ക്വസ്റ്റ്യൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ സിംപ്ലിഫൈ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വീഡിയോ നന്നായിട്ട് കാണുമ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാകും. പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ കാര്യങ്ങളും സവിശേഷതകളെല്ലാം വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകും. ഒന്നുകൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിർത്താം. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സവിശേഷത പറയുകയാണ്. എഗ്രിമെൻറ്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, existence of business, implied agency, number of partners, unlimited liability, mutual trust and confidence, no legal status, registration, non-transferability of shares, duration. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും എന്ന് തന്നെ കണക്കാക്കി മനസ്സിലാക്കി വെച്ചോളണം. ക്വസ്റ്റ്യൻ ഇതാണ്: പാർട്ട്ണർഷിപ്പ് ഡീഡ്, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്?
എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഒരു പങ്കാളിത്ത പ്രമാണം, അതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? നമ്മൾ നേരത്തെ എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റ്, കരാറിനെ അടിസ്ഥാനപ്പെടുത്തി ആണ്. എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. എഗ്രിമെൻറ്റ് വാക്കാൽ പറയുന്നതാകാം, ലിഖിതമാകാം. അത് ലിഖിതമാണെങ്കിൽ, റിട്ടൺ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പങ്കാളിത്ത പ്രമാണം. അപ്പോൾ എന്താണ് പങ്കാളിത്ത പ്രമാണം? പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. പരസ്പര വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. അതിൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടി, അത് വാക്കാൽ പറയുന്നതാകാം, ലിഖിതമാകാം. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് എ റിട്ടൺ എഗ്രിമെൻറ്റ്. എപ്പോഴും അതൊരു റിട്ടൺ എഗ്രിമെൻ്റ് ആകുന്നതാണ് ബെറ്റർ. അതെപ്പോഴും ഒരു റിട്ടൺ എഗ്രിമെൻറ്റ് ആ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിരിക്കണം. സച്ച് റിട്ടൺ എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദ റിട്ടൺ എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഓർ റിസൾട്ട് ഓഫ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ദ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. It is desirable to have a written agreement. The written agreement is called as partnership deed. ഇനി എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് മനസ്സിലാക്കണ്ടേ? പങ്കാളിത്ത പ്രമാണം എന്തെന്ന് മനസ്സിലാക്കണ്ടേ? It contains, or partnership deed contains, the terms and conditions. Terms and conditions എന്ന് വെച്ചാൽ വ്യവസ്ഥകൾ regarding the partnership and regulations governed by the internal management and organization. Terms and conditions എന്ന് വെച്ചാൽ വ്യവസ്ഥകൾ, regulations എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങൾ, governing the internal management and organization എന്ന് വെച്ചാൽ സംരംഭത്തിൻ്റെ നിയന്ത്രണം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന വ്യവസ്ഥകൾ, ഉടമ്പടികൾ. ദാറ്റ് ഈസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേണിംഗ്. Rules and regulations governing the business is called partnership deed. അല്ലെങ്കിൽ അതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ it should be signed by all the partners and stamped properly. It should be signed by all the partners. എല്ലാ പങ്കാളികളും ഒപ്പുവെച്ചിരിക്കണം, അതിൻ്റെ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? Partnership is the result of a mutual agreement. Agreement may be oral or written. It is desirable to have a written agreement. This written agreement is called as partnership deed. It contains the terms and conditions and regulations governing the internal management and organization. It should be signed by all the partners and properly stamped properly. Then what are the contents of partnership deed? Content എന്ന് വെച്ചാൽ ഉള്ളടക്കം എന്നാണ്. പങ്കാളിത്ത വ്യാപാരത്തിൽ, പങ്കാളിത്ത പ്രമാണത്തിൽ നമ്മൾ എന്തെല്ലാം രേഖപ്പെടുത്തി വയ്ക്കും എന്നാണ്. വെരി സിമ്പിൾ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മതി, എക്സ്പ്ലനേഷൻ ഇല്ല. ഒന്നാമത്തെ പോയിന്റ്, നെയിം ഓഫ് ദ ഫേം. ഫേം എന്തെന്ന് ഞാൻ പറഞ്ഞു തരണോ? പങ്കാളിത്ത വ്യാപാരത്തിലെ പങ്കാളികളെ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നതാണ് ഫേം. നെയിം ഓഫ് ദ ഫേം, സ്ഥാപനത്തിൻ്റെ പേര്, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ പേര്. പാർട്ട്ണർഷിപ്പ് ഡീഡിലെ ആദ്യത്തെ കാര്യം എന്താണ്? പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ പേര്. 2, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, പങ്കാളികളുടെ പേരും മേൽവിലാസവും. നേച്ചർ ഓഫ് ബിസിനസ്. മൂന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവം, ഏത് തരം ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസ് സ്ഥിതി ചെയ്യുന്ന ഇടം, എവിടെയാണ് ബിസിനസ്സിൻ്റെ ഹെഡ് ഓഫീസ്, ബ്രാഞ്ചസ് അങ്ങനെ കാണിക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് എനി, ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ, കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പർട്ടിക്കുലർ വെഞ്ചറിന് വേണ്ടിയിട്ടാണെങ്കിൽ എത്ര കാലം അങ്ങനെ ഉണ്ട് എങ്കിൽ അത് സൂചിപ്പിക്കണം.
അപ്പോൾ 5 പോയിന്റ് പറഞ്ഞു. ഒന്നെന്താണ്? നെയിം ഓഫ് ദ ഫേം. 2 നേച്ചർ ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്പർ 3 നേച്ചർ ഓഫ് ബിസിനസ്. നമ്പർ 4 പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്പർ 5 ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് എനി. ദെൻ 6 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്. ഓരോരുത്തരും കൊണ്ടുവരുന്ന മൂലധനം എത്ര, ഓരോരുത്തരും ബിസിനസ്സിലേക്ക് മുടക്കിയിരിക്കുന്ന മുതൽ എത്ര, അത് സൂചിപ്പിക്കണം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്നേഴ്സ്. ദെൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മൾ പറഞ്ഞല്ലോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? എഗ്രിമെന്റ് ഫോർ ഷെയറിംഗ് പ്രോഫിറ്റ്. എഗ്രിമെന്റ് ബൈ 2 or more persons ഫോർ ഷെയറിംഗ് പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് എന്നാണ്. അപ്പോൾ ലാഭം കിട്ടും. ലാഭം കിട്ടുമ്പോൾ ഏതനുപാതത്തിൽ വീതിക്കും? അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. എന്താ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ അടുത്ത എമൗണ്ട് ഓഫ് സാലറി ഇഫ് എനി പേയബിൾ ടു പാർട്ട്നേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും കൂടിയോ എല്ലാവർക്കും വേണ്ടി ഒരാളോ പ്രവർത്തിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമുണ്ടല്ലോ. അങ്ങനെ ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കുന്നുവെങ്കിൽ എങ്ങനെ, ഏതനുപാതം, ഏത് രൂപത്തിൽ എന്ന് വെച്ചാൽ സാലറി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് സാലറി ഇഫ് എനി പേയബിൾ ടു പാർട്ട്നേഴ്സ്. പങ്കാളികൾക്ക് സാലറി ഇനത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണം. അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് ഇഫ് എനി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ മീൻസ് അഡീഷണൽ, അധികമായി ബിസിനസ്സിൽ പണം വേണ്ടി വന്നാൽ നമ്മൾ വാങ്ങുന്നത് പുറത്തുനിന്ന് ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുക്കാം. തന്നെയുമല്ല പങ്കാളികളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ്സിലേക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെന്ത് കൊടുക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് ഇഫ് എനി. നമ്മൾ മൂലധനം അധികമായി കൊണ്ടുവന്നാൽ അധികമായി കൊണ്ടുവരുന്നതിന് ഒരു പലിശ നമുക്ക് കൊടുക്കുന്നെങ്കിൽ എത്ര %? ഒപ്പം ആവശ്യം വന്നാൽ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ചാൽ അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അങ്ങനെ പിൻവലിച്ചാലും നമ്മൾ പലിശ കൊടുക്കേണ്ടി വരും. അത് ഏത് അനുപാതം എന്ന് പറയണം. ദെൻ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇഫ് എനി പെർമിസിബിൾ ഫോർ ഈച്ച് പാർട്ട്നേഴ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പം വ്യക്തിഗത ആവശ്യത്തിന് പണം ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നത് എന്നാണ്. അങ്ങനെ പിൻവലിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് എത്ര വരെ ആകാം എന്നത് പറയണം. എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ഇഫ് എനി പെർമിസിബിൾ ഫോർ ഈച്ച് പാർട്ട്നേഴ്സ്. ഓരോ പങ്കാളിക്കും ഡ്രോയിങ്സ് ഇനത്തിൽ എത്ര തുക പിൻവലിക്കാം എന്നതിനെ സംബന്ധിച്ച്. ദെൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് പാർട്ട്നേഴ്സ്. പ്രൊവിഷൻസ് എന്ന് വെച്ചാൽ വ്യവസ്ഥകൾ, റിഗാർഡിംഗ് മീൻസ് സംബന്ധിച്ച്, അഡ്മിഷൻ മീൻസ് അംഗത്വം, റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പിരിയുന്നത്. അപ്പോൾ പങ്കാളിത്ത വ്യാപാരത്തിലെ അംഗത്വത്തെ സംബന്ധിച്ചും അതിൻ്റെ റിട്ടയർമെന്റിനെ സംബന്ധിച്ചും ഉള്ള വ്യവസ്ഥകൾ സൂചിപ്പിച്ചിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. നമ്മൾ ഏതെല്ലാം ബുക്കുകളും അക്കൗണ്ടുകളും കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓഡിറ്റിനെ സംബന്ധിച്ച്, കണക്ക് പരിശോധനയെ സംബന്ധിച്ച്. ദെൻ അറേഞ്ച്മെന്റ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഡെറ്റ്. അറേഞ്ച്മെന്റ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഡെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബാധ്യതകൾ വരുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ അത് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യും എന്നതിനെ അനുസരിച്ച്. ദെൻ അടുത്തത് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് ഓഫ് പാർട്ട്നേഴ്സ്. ശ്രദ്ധിച്ച് കേൾക്കണം. റൈറ്റ്സ് അവകാശം, ഡ്യൂട്ടി നമ്മുടെ കടമ കർത്തവ്യം, റൈറ്റ്സ് ഡ്യൂട്ടീസ്. ദെൻ പവേഴ്സ് മീൻസ് അധികാരങ്ങൾ. റൈറ്റ്സ് ഡ്യൂട്ടീസ് പവേഴ്സ്. റൈറ്റ് അധികാരം, ദെൻ പവർ റൈറ്റ്സ് അവകാശം, പവർ അധികാരം, ഡ്യൂട്ടി ഉത്തരവാദിത്വം, ദെൻ ഒപ്പം നമ്മുടെ ഓബ്ലിഗേഷൻസ് നമ്മുടെ കടപ്പാട് ഓഫ് പാർട്ട്നേഴ്സ്. ദെൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഡിസല്യൂഷൻ എന്ന് വെച്ചാൽ പങ്കാളിത്ത വ്യാപാരം അവസാനിപ്പിക്കുന്നത്, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് കണ്ടന്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീൽ. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഇനി നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ കുറിച്ചും മറ്റുമായിരിക്കും പഠിക്കുക. താങ്ക് യു.